ഈ നിയോജകമണ്ഡലത്തിൻ്റെ MLA ജനാധിപത്യ കേരളത്തിൻ്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ നേതൃത്വം കൊടുക്കുന്ന ഈ നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി ഒരുപാട് പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടുകൂടി നടന്നു വരിക. ഇവിടെ പ്രളയത്തിൻ്റെ വലിയ രൂക്ഷതയിൽ നിന്ന് കരകയറിയ അതിനെ അതിജീവിച്ച അവിടെയെല്ലാം എല്ലാ ചിന്തകളും രാഷ്ട്രീയ ജാതിമത ചിന്തകൾക്കെല്ലാം അതീതമായിട്ടാണ് നമ്മൾ ഒരുമിച്ച് ഈ നാടിൻ്റെ പുനർജീവന പ്രക്രിയയിൽ പങ്കാളികളായി. അങ്ങനെ ആ കോവിഡിൻ്റെയും പ്രളയത്തിൻ്റെയും എല്ലാം കാലത്തിന് ശേഷം വീണ്ടും ഉത്സാഹത്തോടു കൂടി ഈ നാട് ഒത്തുകൂടിയിട്ടുള്ളത് ഗോകുലത്ത് ഫെസ്റ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ വർഷവും മേന്മയോടുകൂടി ഈ നാട്ടിലെ കലാ വൈഭവങ്ങളും സർഗശേഷി പ്രകടിപ്പിക്കുന്നതായിട്ടുള്ള വ്യക്തികളും സംഘടനകളും കൂട്ടായ്മകളും ഒറ്റക്കെട്ടായി നമ്മൾ ഈ ഉദ്ഘാടന ചടങ്ങിന് മുമ്പ് കണ്ടു. മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ പ്രിയങ്കരനായ ഐബിയുടെ നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ള അനുഭവ പ്രഭാഷണമായതുകൊണ്ട് അത് ചേർത്ത് വയ്ക്കുകയാണ്. നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കാരണം 2024 ഭാഗ്യം കാണുവാനായിട്ട് 2024 ദൈവപുത്രനെ കൂടെ നിർത്തുവാനായിട്ട് ദൈവത്തിന്റെ അമ്മയെ നമ്മോട് ചേർത്ത് വയ്ക്കുവാനായിട്ട് ഭാഗ്യം ലഭിച്ചവരാണ്. ആയതിനാൽ ഈ വർഷം മുഴുവൻ ദൈവികമായ പദ്ധതി അനുസരിച്ച് അനുഗ്രഹമായി തീരുവാനായിട്ട് നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മുസ്ലിം ഫെസ്റ്റിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയും ഗോതരത്ത കാർണിവൽ, കലാസന്ധ്യ, സാംസ്കാരിക സമ്മേളനം, അതുപോലെ തന്നെ മെഗാ ഈവൻറ്റ് പ്രോഗ്രാം ഉൾപ്പെടെയുള്ള ഒട്ടേറെ ആളുകൾക്ക്, ഇവിടുത്തെ ആളുകളും അതോടൊപ്പം തന്നെ ഈ പരിസരത്തുള്ള ആളുകൾക്കൊക്കെ കാണുവാനും ആഘോഷിക്കുവാനും അതോടൊപ്പം തന്നെ ഇവിടുത്തെ നാടൻ ഭക്ഷണ രീതി